അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഇൻഫോം ഉണ്ടാക്കണം, ഇതാണ് ഇന്നത്തെ ഗോള്. പിന്നെ ഇന്നലെ ഇരുന്നിട്ട് ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, നെതർ പോർട്ടൽ വേൾഡ്. അത് കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വാ. നെതർ പോയി സോൾ സാൻഡ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാമിംഗ് ഐലൻഡിൽ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് നേരം FK നിന്നു, കുറച്ച് വില്ലേജറൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എത്ര വില്ലേജറായി നോക്കണം പോയിട്ട്. പിന്നെ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇതാണ് 2ാമത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കിയ വില്ലേജർ ബ്രീഡർ. ഇതാ അത്യാവശ്യം വില്ലേജറൊക്കെ വന്നിട്ടുണ്ട്. 1 2 3 4 5 6 8 വില്ലേജറുണ്ട്. അതന്നെ മതിയാവും അയൺ ഫാം ഉണ്ടാക്കാൻ. പിന്നെ ഇവിടെ ഒരു FK സ്പോട്ടും ഉണ്ടാക്കി. FK നിൽക്കാൻ ഗ്ലാസ് വെച്ച് പുറത്ത് എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനി അയൺ ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ 64 ഡേർട്ടും കൂടി വയ്ക്കുമ്പോൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് തരുന്നുണ്ട്. ഈ ഡേർട്ട് ടെമ്പററി ബ്ലോക്കാണ് ബിൽഡ് ചെയ്യാനൊക്കെ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത സ്ഥിതിക്ക് ഒരു റീപ്ലേ മോഡ് കണ്ടിട്ടോ. അപ്പോൾ ഇത് അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സോംബീൻ്റെ കണ്ടണം. ഞാൻ മുന്നത്തെ രാത്രി ഒരു സോംബീനെ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ ഇവിടെ അയൺ കോലം സ്പോണായിട്ട് ഇത് കൂടെ കയറിയ ആ സോംബീനെ കൊണ്ട് അതാണ് ഉണ്ടായത്. അപ്പം ഇനി രാത്രി ആകുമ്പോൾ എന്തായാലും സോംബീനെ വരുന്നുണ്ട്. എല്ലാ വില്ലേജറിനൊക്കെ കയറ്റിയിട്ടുണ്ട്. ഒരേ സമയം 2 അയൺ കോലം സ്പോണാവും. ഇവിടെ 3 വില്ലേജറുണ്ട്. അപ്പോൾ രാത്രിയായിട്ട് കാണാം. ഞാൻ രാത്രി വീണ്ടും ഇതിലും നടന്നില്ലെങ്കിൽ ഇനി ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളൂ. അത് നേരെ ഇതിലേക്ക് വന്നടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അടിച്ചു വേണ്ടി കിട്ടിയത് ഫുള്ള് ക്രീപ്പറാണല്ലോ. വേറൊന്നുമില്ല. നമ്മൾ ദൂരക്ക് പോയിട്ട് തിരിച്ചു വരാം. നമ്മൾ ഒന്നുകൂടി ലോഡായിക്കോളും. വീണ്ടും തിരിച്ചു വന്നുണ്ട്. സ്പോണായാൽ മതിയാകും. ഫുൾ ക്രീപ്പറാണ്, അതാ പ്രശ്നം. സ്കെൽട്ടൺ അയൺ അതാ ഫുള്ള് സ്കെൽട്ടൺസ് ആണല്ലോ. ക്രീപ്പർ പൊട്ടിത്തെറിക്കാതെ നോക്കണം. കുഴപ്പമില്ല, നീ പിന്നെ
ഒന്ന് കയറി അതുപോലെ 1.5 ഹാർട്ട് ഇപ്പോൾ ചാവും. ആ അയ്യൻ പോലെ എപ്പോഴും അതിൻ്റെ മുകളിൽ സ്പെയിനോ അതാ പ്രശ്നം. സോംബിയാണെങ്കിൽ മര്യാദയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. എന്തുകൊണ്ട് അതുപോലൊക്കെ നശിപ്പിച്ചു. എന്തായാലും നശിക്കുന്നു. പിന്നെ രണ്ട് തട്ടിയത് ഇനി എന്താ ഈ ശ്രമം കൂടി പാളിപ്പോയാൽ പിന്നെ 1.5 ഹാർട്ട്. എന്തായാലും സ്കെൽട്ടൻ പക്ഷെ ഹാർട്ടില്ല. ഇത് കോമിയാണല്ലോ. എന്ത് ചെയ്യും? ഇതിനെങ്കിലും കേട്ടാൽ നോക്കാം. ഇതാ 2 സോംബി കയറിയുണ്ട്. അല്ല 2 സോംബി അതാ ഓടിക്കോ. വെള്ളത്തിൻ്റെ അടിയിൽ പോയാണ്ട് കളഞ്ഞു. ആരും ഉണ്ടാവില്ല. ക്രീപ്പറും പൊട്ടുണ്ടല്ലോ. അവസാനം 2 സോംബിനെ കയറ്റി. ഞാൻ എൽഫാമ്പ് ബ്രേക്ക് ആവാതെ തന്നെ അതാണ്. വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നുണ്ട്. ഞാൻ ക്രീപ്പറാണ് പ്രശ്നം. കുറച്ച് ക്രീപ്പറുണ്ട്. കുഴപ്പമില്ല. ഒന്നാമത്തെ തട്ടില്ല. ഒന്നവിടെ ബാക്കിയുണ്ട്. വർക്കാവുണ്ട് തോന്നുന്നു. ക്രീപ്പർ വർക്കാവുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ നന്നായിട്ട് വർക്കാവുണ്ട്. ഇത് കൂടെയാണ് താഴ്ത്തിട്ട് ഇറങ്ങുന്നത്. പിന്നെ എത്ര അയണുണ്ട്? 1.5 സ്റ്റേക്ക് അടുപ്പിച്ച് ആവാനുണ്ട്. പിന്നെ അവിടെ ലാവയും വെച്ചു. ലാവും ക്യാമ്പ് ഫയറൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം തന്നെ നല്ല എഫിഷ്യൻ്റായിട്ട് ഗോൾസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായി. ഇതവിടെ വീണ്ടും അയങ്കോല സ്മോണുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.